നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ നമ്മളൊന്ന് ഉടക്കോല ഇടാൻ പോട്ടെ, ഉടക്കോല. അപ്പോൾ നമ്മുടെ പാടമാണേ, നമ്മുടെ പാടമല്ലാതെ വെള്ളം കയറ്റി എല്ലാം വരുക. കണ്ടോ, ഇവിടെ എല്ലാം വെള്ളമായിട്ടില്ല. അതെ, ഈ ഭാഗത്തെല്ലാം വെള്ളമായി. ഇപ്പം വെള്ളം കയറി ഇങ്ങനെ വരുക. വരമ്പിൻ്റെ സൈഡിലാണ് വലയിടുന്നത്. അവിടെ വെള്ളം അധികം ഇല്ല കണ്ടോ, കുറച്ച് വെള്ളമേ ഉള്ളൂ. പണ്ട് ഇതാണ് വരമ്പാണിത്. ഈ വരമ്പിൻ്റെ സൈഡിലാണ് ഇങ്ങനെ വലയിട്ട് നമ്മൾ അങ്ങേ അറ്റം വരെ വലയിടും. അതായത് അങ്ങോട്ടൊന്നും വെള്ളം കയറിയിട്ടേ ഇല്ല, ഇവിടെ എല്ലാം മുങ്ങി വരുന്നേ ഉള്ളൂ. കണ്ടോ, അപ്പം നമുക്ക് ഏതായാലും വലയിട്ട് നോക്കാം. കണ്ടോ, നമ്മൾ ആദ്യം കണ്ടോ ഉണങ്ങിയിരിക്കും. വല ആദ്യം വെച്ച് വെള്ളം ഒഴിച്ചൊന്ന് നനച്ചു കൊടുക്കാം. അന്നേരമുള്ള വല കറക്റ്റായിട്ട് നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ വലയെല്ലാം ഒട്ടിയിരിക്കും. വെള്ളം ഒഴിച്ചെല്ലാം ഒന്ന് നനച്ചതൊന്ന് വൃത്തിയാക്കി കൊടുക്കണം. ഇത് നമ്മളൊരു കമ്പങ്ങ് കുത്തി വെക്കുക. ചെറിയൊരു കമ്പ് അങ്ങോട്ട് കുത്തി അങ്ങോട്ട് താക്കണം. അവിടെ അറ്റം മൊത്തം കീറി കിടക്കുക. ഇതാമത് ഒരാളുടെ സഹായം മതി. കണ്ട് ഇങ്ങനെ ഉന്തുക, വല ഇങ്ങനെ കുടയുക. വെള്ളത്തിൻ്റെ കളർ കണ്ടോ, മഞ്ഞ കളർ. നമ്മുടെ ഇവിടുത്തെ പരിപാടിയും കഴിഞ്ഞോട്ടെ. അപ്പോൾ ഇവിടെ ഒരു കമ്പ് ഇങ്ങനെ കുത്തി വെക്കുക. ഈ വല ചുറ്റി വെക്കും. ഇവിടെ നമ്മളൊരു കൂട് വെച്ചിട്ടുണ്ട്. ഇതെന്തേ നമ്മളിങ്ങനെ കൂടാ കേട്ടോ. ഈ കൂട് നമ്മുടെ കൂടാ കേട്ടോ. ഉണ്ടോ, ഇത്രയും ഗ്യാപ്പുണ്ട്. അപ്പോൾ മീൻ വന്ന് ഏറെടുത്തിട്ട് പോകാനുള്ള ഗ്യാപ്പിനകത്തുണ്ട്. കണ്ടോ, അപ്പോൾ നമ്മൾ വലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയൊരു 9 മണിയൊക്കെ ആകുമ്പോൾ രാത്രി ഇറങ്ങിപ്പോക്കും. മീനാണെങ്കിൽ നമുക്ക് ആർക്കെങ്കിലും കൊടുക്കുകയും ചെയ്യാം. അതുകൊണ്ട് നമ്മൾ 9 മണിയാകുമ്പോൾ പോക്കും. അത് കഴിഞ്ഞ് വെളുപ്പിനെ ഒരു 6 മണി പരുവമൊക്കെ ആകുമ്പം മീൻ പൊക്കി എടുക്കും. ഇല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ഇതുകൊണ്ട് മീൻ പെട്ടെന്ന് ചത്തുപോകും. അതുകൊണ്ട് രാത്രി പൊക്കുന്നത്. ചത്തുപോയി.
നല്ലൊരു ചില്ലാങ്കൂലി ഇട്ടണം അവിടെ. ചില്ല ഉറങ്ങി കണ്ട് കാരിക്കും. നൈറ്റ് കിട്ടിയ മീന വെള്ളം ഒഴിച്ചിട്ടില്ല മമ്മി കണ്ടോ മച്ചാ? മമ്മി കണ്ടോ? മമ്മി കണ്ടോ? അപ്പം നമ്മൾ രാവിലെ വല പൊക്കാൻ പോവാ കേട്ടോ. സമയം 6 മണിയായിട്ടുണ്ട്, 6 മണി 6:15 അപ്പം നമുക്ക് നേരെ വീട്ടിട്ട് പോയേക്കാം. കൂട് വെച്ചിട്ടുണ്ട്. രണ്ട് 3 ചെമ്പല്ലി മാത്രമേ ഉള്ളൂ. നമ്മളിന്ന് കൂട് വെച്ചിട്ട് 3 ചെമ്പലി ഉള്ളു കേട്ടോ. സാധാരണ മീൻ കയറേണ്ടതാണ്, എന്തോ മീൻ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല.
നമ്മളീ കൂട് മൂടി വെക്കുന്നതിൻ്റെ ഉദ്ദേശമേ ഇരുട്ട് കാണുമ്പോൾ മീൻ കയറാനുള്ള ഒരു ടെൻഡൻസി പെട്ടെന്ന് കൂടും. അതുകൊണ്ട് നമ്മൾ കൂട് വെച്ചിട്ട് അതിൻ്റെ മേളിൽ എന്തെങ്കിലും കൊണ്ട് മറച്ചു വെക്കുന്നത്. അപ്പം മീൻ കാണുമ്പോൾ എന്തോ ഒരു ഗുഹയ്ക്കകത്ത് എന്തോ കയറുന്ന പോലുള്ളൊരു ഫീലിംഗ് തോന്നും പെട്ടെന്ന്. അപ്പം മീൻ നമുക്ക് ഓടിക്കയറാനുള്ള ചാൻസ് കൂടുതലാണ്. ഇവിടെ ഒരു കൂട് വെച്ചായിരുന്നു, അത് വെള്ളം കയറി മുങ്ങി. ഇതിനകത്തൊന്നുമില്ല. ഇതിൻ്റെ അകത്തൊന്നുമില്ല. പോകാത്തല്ലേ കണ്ടോ, വലയെടുക്കാനായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഉണ്ട്, അവിടെ നല്ല അടുത്തടുത്ത് വരിക കണ്ടോ. ഇവിടെ എല്ലാം വല ഇട്ടിരിക്കും അങ്ങോട്ട്. നമ്മളത് ഇവിടുന്ന് ഇവിടുന്ന് ഇട്ടിരിക്കുന്നത്. നമ്മൾ വല എടുക്കുന്നില്ല, നമ്മൾ മീൻ മാത്രമേ എടുക്കുന്നുള്ളൂ. നല്ല പെട്ടയ്ക്കുന്ന ചെമ്പല്ലി. ഇത് ആദ്യം തന്നെ നല്ല പെട്ടയ്ക്കുന്ന ചെമ്പല്ലി വലയെ കിടക്കുന്നത്. ഉണ്ടതേ പെട്ടയ്ക്കുന്ന ചെമ്പല്ലി. ഇതൊക്കെ ജീവനുള്ള ചെമ്പല്ലി കേട്ടോ. പിന്നെ നമ്മുടെ അത്ര ചെറിയ കണ്ണികളോ വലയല്ല, ഒരുമാതിരി മുഴുത്ത മീൻ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മൾ അടിയിൽ വന്ന് കമൻ്റ് ഇടും, ചെറിയ വലയാണ്, അതിനെ പിടിക്കാൻ പറ്റത്തില്ല. നമുക്ക് അത്യാവശ്യം സൈസുള്ളൊരു വലയാണ്. എടാ എവിടെ വലയിട്ടിരിക്കുക? വലയിട്ടിട്ടുണ്ടോ? മാറിയിടുന്നേ, കാര്യം കാലെ കുതിക്കണം നിന്റെ. നല്ല പച്ച ചെമ്പല്ലി കേട്ടോ. ചെമ്പല്ലി നല്ല പച്ച ചെമ്പല്ലിയാ, പച്ച നിറവാ. ഇതുണ്ടോ നല്ല പച്ച ചെമ്പല്ലി. ഇതാണ് കാരി.
ചെറിയൊരു വയറൊക്കെയാണ്, പക്ഷെ ചത്തുപോയി. നല്ല വലയായതുകൊണ്ട് പിന്നെ പെട്ടെന്ന് എടുക്കാം. ഇങ്ങനെ കാണിക്കുന്നു. അയ്യോ, പണി കിട്ടി ഗൈസ്. നൈസായിട്ട് പണി കിട്ടി കേട്ടോ. കാരി കുത്തി. അയ്യോ, അയ്യോ, കാരി കുത്തിക്കഴിഞ്ഞാൽ നമ്മുടെ കൈ അങ്ങ് മരച്ചു പോകും. അയ്യോ, നല്ല വേല. അയ്യോ, ചോര വരുന്നുണ്ട് ഗൈസ്. കുത്തി കയറിപ്പോയി. ജീവനുള്ളതാണല്ലോ പ്രശ്നമായിപ്പോയി. ഭയങ്കര പെടയാണ്. അയ്യോ, കൊമ്പൊടിക്കാൻ നോക്കിയത് ആദ്യം, പക്ഷെ പറ്റിയില്ല. പിടിച്ചപ്പം തന്നെ അവൻ കുത്തി കൈ കയറി. അയ്യോ, കൈ നീര് വെച്ച്. ഇതാണ് ഈ കാരിയുടെ പ്രശ്നം. കുത്തിക്കഴിഞ്ഞാൽ ഭയങ്കര വേദന. ഈ സാധനത്തിനെ മാത്രം നോക്കിയെടുക്കണം. ചോര വരുന്നുണ്ട് കയ്യിൽ. ഇത് ചത്ത. ഓ, അതെ ചോര വരുന്നു. ചോര ചോര ചോര.
എന്താ വേദന. ഇത് കഴച്ചിങ്ങനെ കൈ കീറും കാല് കുത്തിക്കഴിഞ്ഞാൽ. അതിൽ നമ്മുടെ മീനെല്ലാം എടുത്ത് കഴിച്ചു. നമുക്കത് ഇത്ര മീൻ കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ പോയിട്ട് കാണിക്കാം. കാല് കുത്തി അയ്യോ അയ്യോ മഞ്ഞപ്പൊടി ഉപ്പും ചൂടുവെള്ളം. ഓ കൈ കൈ ഇവിടെ 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 ഇത് ഇവിടെ വഴി ഇവിടെ. അവിടെ കൈ നല്ല നീര് വെച്ചാൽ വീർത്തിരി. കൈ നീര് വെച്ചിരിക്കുന്നുണ്ട് അപ്പാടെ. ഉമ്മി കുത്തി. ഉമ്മി അപ്പാടെ കൈ കുത്തി. കൈ വേദന എടുക്കാം. എന്നാ ചെയ്യും നമുക്ക്? എന്നാ ചെയ്യും? ഉമ്മി അപ്പായെ കുത്തി. ചൂടാ. അയ്യോ കൈ പോയേ. ഉണ്ടോ? നമുക്ക് ഇന്നലെ രാത്രി കിട്ടിയ മീനാണ്. ഇന്നലെ രാത്രി കിട്ടിയ മീനാണ്. ഇത് നമുക്ക് ഇന്ന് കിട്ടിയ മീനാണ്. ഇന്നലെ ഇട്ട വലയാ. അപ്പോൾ ഇന്നലെ രാത്രി കിട്ടിയ മീനും ഇന്ന് കിട്ടിയ മീനും എല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മൾ ജീവനുള്ള മീനിലെടുത്ത് മാറ്റിയിടും. ചത്ത മീനെ നമ്മൾ ആർക്കെങ്കിലും കൊടുക്കും. അതെ നെറ്റിൻ്റെ പണിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതെ അതിൻ്റെ കൂടെ നെറ്റിൻ്റെ പണിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കാര്യമൊക്കെ എടുക്കുമ്പോൾ നോക്കിയെടുക്കുക. ഇല്ലെങ്കിൽ ഇതോടെ അവസ്ഥ കൈ നീര് വെച്ചിരിക്കുന്നു.